ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കറികളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ കുറച്ച് ചിക്കന്, എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ഈ ഒരു റെഡ് കളറുള്ള ഒരു ചിക്കൻ ഒരു വൈറ്റ് കളറായിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് വേഗത്തിൽ തന്നെ നമുക്കിതൊരു വൈറ്റ് കളറായിട്ട് കിട്ടിക്കോളും. അതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് തന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചിക്കൻ ഒന്ന് വേവായ ടൈമിൽ ഞാൻ ഇതിലേക്ക് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസുള്ള സവോള കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സവോളയിലേക്കും തക്കാളിയിലേക്കും ഉള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് നമ്മൾ ആകെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. നമുക്കിത് ചെറിയൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് എടുക്കണം. എന്നിട്ട് മാറ്റി വെക്കണം. അതിനിപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ ഒരു പൊടി നന്നായിട്ട് വേവായിട്ട് കിട്ടണം. അല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുന്നത് ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതിൽ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്തായാലും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ എല്ലാതും ഒന്ന് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കട്ടിയിൽ, നന്നായിട്ട് തിന്നായിട്ടല്ല, എന്നാലും ചെറിയൊരു കട്ടിയിലാണ് നമ്മളിതൊന്ന് പരത്തിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു ചപ്പാത്തി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ റെഡിയാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഫില്ലിംഗ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് ഫില്ലിങ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഇതൊന്ന് പ്രസ്സാക്കിയിട്ട് ചുട്ടിട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് വേറൊരു ചപ്പാത്തി നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മുഴുവനും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം.
ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തേച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ മുകളിലും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗം ഒന്ന് റെഡി ആയാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണിത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.